അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൂസാ നബി മഹാനായ ഖിദിറിനെ കണ്ടുമുട്ടുന്ന സന്ദർഭമാണ് ഇന്ന് പഠിക്കുന്ന 5 ആയത്തുകളിൽ വിവരിക്കുന്നത്. അദ്ദേഹത്തെ മൂസാ നബി കണ്ടുമുട്ടുമ്പോൾ പരസ്പരം സലാം പറഞ്ഞ് അഭിവാദ്യങ്ങൾ അർപ്പിച്ച ശേഷം താങ്കൾ ആരാണെന്ന് അദ്ദേഹം മൂസാ നബിയോട് ചോദിച്ചപ്പോൾ ഞാൻ മൂസയാണെന്ന് മൂസാ നബി മറുപടി പറയുകയും ഏത് മൂസ, ബനൂ ഇസ്രായേലിലെ മൂസയാണോ എന്ന് അദ്ദേഹം അന്വേഷിക്കുകയും അതെ, അള്ളാഹു അങ്ങേക്ക് പ്രത്യേക അറിവുകൾ നൽകിയിട്ടുണ്ട് എന്നറിഞ്ഞ് അതെനിക്കു കൂടി പകർന്നു തരുമോ എന്ന് അപേക്ഷിക്കുവാൻ വേണ്ടി വന്നതാണ് എന്ന് മൂസാ നബി മറുപടി പറയുകയും ചെയ്തു. ഞാൻ അങ്ങയോടൊപ്പം യാത്ര ചെയ്യട്ടെ എന്ന് മൂസാ നബി ചോദിച്ചപ്പോൾ എൻ്റെ കൂടെ വരുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷേ എൻ്റെ കൂടെ ക്ഷമിച്ച് കഴിയാൻ താങ്കൾക്ക് സാധിക്കുകയില്ല. കാരണം അള്ളാഹു താങ്കൾക്കറിയാത്ത പല അറിവുകളും എനിക്ക് നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പ്രവർത്തിക്കുക. ആ അറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള എൻ്റെ പല നടപടികളും താങ്കൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നദ്ദേഹം മൂസാ നബിയോട് പറഞ്ഞപ്പോൾ ഇൻഷാ അള്ളാഹ് ഞാൻ താങ്കളോടൊപ്പം ക്ഷമയോടെ നിലകൊള്ളും എന്ന് മൂസാ നബി മറുപടി പറഞ്ഞു. അങ്ങനെയെങ്കിൽ താങ്കൾ എന്നോട് ഇടക്ക് വച്ച് ചോദ്യങ്ങൾ ചോദിക്കരുതെന്നും താങ്കൾക്ക് സംശയമുള്ള കാര്യങ്ങളൊക്കെ ഒടുവിൽ താങ്കൾക്ക് ഞാൻ വ്യക്തമാക്കി തരുമെന്നുമുള്ള വ്യവസ്ഥ പറഞ്ഞുകൊണ്ട് മൂസാ നബിയെ തൻ്റെ കൂടെ കൂട്ടുവാൻ ഖിദിർ സമ്മതിച്ചു. തൻ്റെ സഹയാത്രികനാക്കാൻ ഖിദിർ സമ്മതിച്ചു. ഇക്കാര്യങ്ങളാണ് ഇന്ന് പഠിക്കുന്ന 63 മുതൽ 70 വരെയുള്ള 5 ആയത്തുകളിൽ പറയുന്നത്. പാലലോഹു മൂസ അദ്ദേഹത്തോട് പറഞ്ഞു. ഖിദിറിനെ കണ്ടുമുട്ടി അഭിവാദ്യം ചെയ്ത് പരിചയപ്പെട്ട ശേഷം മൂസാ നബി അദ്ദേഹത്തോട് പറഞ്ഞു, ഹൽ അത്തബിഉക, ഞാൻ താങ്കളെ പിന്തുടരട്ടെയോ? താങ്കളുടെ യാത്രയിൽ ഞാൻ താങ്കളോടൊപ്പം വരട്ടെയോ? അല അൻ തുഅല്ലിമനി, താങ്കൾ എന്നെ പഠിപ്പിക്കുന്നതിനു വേണ്ടി എനിക്ക് താങ്കൾ പഠിപ്പിച്ചു തരുവാൻ. മിമ്മ ഉല്ലിംത, താങ്കൾ പഠിപ്പിക്കപ്പെട്ടതിൽ നിന്ന്, അള്ളാഹു താങ്കളെ പഠിപ്പിച്ച അറിവിൽ നിന്ന്. റുഷ്ദൻ, ജ്ഞാനം, അറിവ്. റുഷ്ദ് എന്നാൽ നേർമാർഗം, നേർമാർഗത്തിലേക്കെത്താനുള്ള ജ്ഞാനം, വിവേകം എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ ഖിദിറിന് അള്ളാഹു നൽകിയ പ്രത്യേകമായ അറിവിനെയാണ് റുഷ്ദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാല, അപ്പോൾ ഖിദിർ പറഞ്ഞു, ഇന്നക ലൻ തസ്തതിയ മഅയ സബ്ര, താങ്കൾക്ക് എന്നോടൊപ്പം ക്ഷമയോടെ നിലകൊള്ളുവാൻ കഴിയുകയില്ല. ഇന്നക, തീർച്ചയായും താങ്കൾ, ലൻ തസ്തതിയ, താങ്കൾക്ക് സാധിക്കുകയില്ല, മഅയ, എൻ്റെ കൂടെ, എന്നോടൊപ്പം നിലകൊള്ളാൻ, സബ്രൻ, ക്ഷമയോടുകൂടി. അതിന് താങ്കളെ ഞാൻ കുറ്റം പറയുന്നില്ല. എൻ്റെ പ്രവൃത്തി താങ്കൾ ക്ഷമിക്കുകയില്ല എന്നതിന് താങ്കളെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. കാരണം കൈഫ തസ്ബിറു, താങ്കൾ എങ്ങനെയാണ് ക്ഷമിക്കുക? താങ്കൾക്ക് എങ്ങനെ ക്ഷമിക്കാൻ കഴിയും? അലാ മാലം തുഹിത് ബിഹി ഖുബ്റ, താങ്കളുടെ ജ്ഞാനത്തിന് സൂക്ഷ്മമായി ഉൾക്കൊള്ളാൻ കഴിയാത്തതിനെ താങ്കൾക്ക് എങ്ങനെയാണ് ക്ഷമിക്കാൻ കഴിയുക? അലാ മാലം തുഹിത് ബിഹി, താങ്കളെ വലയം ചെയ്തിട്ടില്ലാത്തതിനെ, താങ്കൾക്ക് ഉൾക്കൊള്ളാനുള്ള പരിധിയിൽ പെടാത്തതിനെ, ഖുബ്റ, സൂക്ഷ്മമായ അറിവിനാൽ. താങ്കളുടെ അറിവിൻ്റെ പരിധിക്കപ്പുറമുള്ള കാര്യങ്ങൾ കാണുമ്പോൾ താങ്കൾക്ക് ക്ഷമിക്കാൻ കഴിയുകയില്ല എന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് താങ്കൾക്ക് എൻ്റെ കൂടെയുള്ള യാത്രയിൽ എൻ്റെ പ്രവർത്തനങ്ങൾ ക്ഷമിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ മൂസാ നബി പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, സതജിദുനി ഇൻഷാ അല്ലാഹു സ്വാബിറൻ, ഇൻഷാ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്നെ ക്ഷമയുള്ളവനായി താങ്കൾക്ക് കാണാം. താങ്കളോടൊപ്പമുള്ള യാത്രയിൽ ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ്. എന്നെ ക്ഷമയുള്ളവനായി താങ്കൾക്കപ്പോൾ കാണാം ഇൻഷാ അല്ലാ എന്നാണ് മൂസാ നബി പറയുന്നത്. മാത്രമല്ല, വലാ ആഴ്സീലക അമ്ര, ഞാൻ താങ്കളുടെ കൽപ്പന ധിക്കരിക്കുന്നതുമല്ല. താങ്കൾ പറയുന്നത് പോലെ പ്രവർത്തിക്കാനും അനുസരിക്കാനും ഞാൻ ബാധ്യസ്ഥനാണ്, ഞാൻ തയ്യാറാണ് എന്നുകൂടി പറയുകയാണ് മൂസാ നബി. അപ്പോൾ ഖിദിർ ഒരു വ്യവസ്ഥയായി കൊണ്ട് പറഞ്ഞു, ഫ ഇൻ ഇത്തബഅതനി, അങ്ങനെയാണെങ്കിൽ താങ്കൾ എന്നെ പിന്തുടരുകയാണെങ്കിൽ, ഫലാ തസ്അൽനി അൻ ഷൈഇൻ, എന്നോട് താങ്കൾ ഒരു കാര്യത്തെക്കുറിച്ചും ചോദിക്കരുത്. യാത്രക്കിടയിൽ ഞാൻ പ്രവർത്തിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചും താങ്കൾ എന്നോട് ചോദിക്കരുത്. ഹത്താ ഉഹ്ദിസ ലക മിൻഹു ദിക്റ, അതിൽ നിന്നുള്ള പാഠം ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരുന്നതുവരെ. താങ്കൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളാവും ഞാൻ പ്രവർത്തിക്കുക. അതിൻ്റെ വിശദീകരണം ഞാൻ ഒടുവിൽ താങ്കൾക്ക് മനസ്സിലാക്കി തരും. അതുവരെ ചോദ്യങ്ങൾ ചോദിക്കരുത്. ഹത്താ ഉഹ്ദിസ ലക, ഞാൻ താങ്കൾക്ക് സംസാരിക്കുന്നതുവരെ, ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരുന്നതുവരെ, വിശദീകരിച്ച് തരുന്നതുവരെ. മിൻഹു, അതിൽ നിന്നുള്ള, ഞാൻ ചെയ്യുന്ന ആ പ്രവൃത്തികളിൽ നിന്നുള്ള ദിക്റൻ, ഉത്ബോധനം,
പാഠം. മൂസാ നബി ആ പ്രവൃത്തികളെക്കുറിച്ച് ഇടയ്ക്ക് വെച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് ഖിദർ ഇക്കാര്യം മുൻകൂറായി അദ്ദേഹത്തോട് പറഞ്ഞു വെക്കുന്നത്. പ്രിയപ്പെട്ടവരെ, രണ്ട് പ്രവാചകന്മാർ പരസ്പരം ബഹുമാനത്തോടെ സംസാരിക്കുന്നത് പോലെ തന്നെയാണ് ഈ സംഭാഷണത്തിൽ കാണുന്നത്. ഓരോ പ്രവാചകനും ആ പ്രവാചകൻ നിശ്ചയിക്കപ്പെടുന്ന കാലത്തിനും സമൂഹത്തിനും അനുസരിച്ച് തൻ്റെ ദൗത്യം നിർവഹിക്കാനുള്ള അറിവും പദവികളും കഴിവും സൗകര്യങ്ങളും നൽകിക്കൊണ്ടാണ് അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിക്കുക. അതുകൊണ്ടാണ് ഈ രണ്ട് പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട അറിവിൽ വ്യത്യാസം കാണുന്നത്. ഒരുപക്ഷെ മൂസാ നബിക്ക് അറിയുന്ന പല കാര്യങ്ങളും ഖിദറിന് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അത് ഖിദറും മൂസാ നബിയും ആദ്യമായി പരിചയപ്പെട്ട സന്ദർഭത്തിൽ ഖിദർ മൂസാ നബിയോട് പറയുന്നുണ്ട്, എനിക്ക് പല കാര്യങ്ങളും താങ്കൾക്കറിയാത്തതറിയാം, താങ്കൾക്കറിയുന്ന പല കാര്യങ്ങളും എനിക്കറിഞ്ഞുകൊള്ളണമെന്നില്ല എന്ന്. പ്രവാചകന്മാർ തമ്മിൽ ശ്രേഷ്ഠതയിലും വ്യത്യാസമുണ്ടാവുമെന്ന് അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്. ചില പ്രവാചകന്മാർക്ക് മറ്റു ചിലരെക്കാൾ നാം ശ്രേഷ്ഠത നൽകി, തിൽക്കർ റുസുലു ഫല്ലൽനാ ബഅലഹും അലാ ബഅൽ എന്ന് ഖുർആനിൽ പറയുന്നുണ്ടല്ലോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഹബീബുള്ളയാക്കി, അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസനാക്കി. ഇബ്രാഹിം നബിയെ ഖലീലുള്ള, അള്ളാഹുവിൻ്റെ സുഹൃത്താക്കി. മൂസാ നബിയെ കലീമുള്ള, അള്ളാഹു സംസാരിച്ച പ്രവാചകൻ എന്ന ശ്രേഷ്ഠത നൽകി. ഈസാ നബിക്ക് ജീവനില്ലാത്തതിനെ ജീവിപ്പിക്കുക തുടങ്ങിയ പല അമാനുഷികമായ കഴിവുകളും നൽകി. സുലൈമാൻ നബി തുല്യതയില്ലാത്ത രാജാധികാരം നൽകപ്പെട്ട രാജാവായിരുന്നു. മൂസാ നബിയും ഹാറൂൻ നബിയും സഹോദരന്മാരും പ്രവാചകന്മാരുമായിരുന്നെങ്കിലും അവർ രണ്ടുപേരിൽ മൂസാ നബിക്ക് കൂടുതൽ പദവി നൽകപ്പെട്ടിരുന്നു. ഇങ്ങനെ പ്രവാചകന്മാരുടെ പദവിയിലും കഴിവിലും അറിവിലുമൊക്കെ അള്ളാഹു നൽകിയ വ്യത്യാസം നമുക്ക് ഖുർആനിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ മൂസാ നബിയുടെ ഗുരുവായി മഹാനായ ഖിദർ വരുമ്പോൾ അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു എന്നും മൂസാ നബിക്കില്ലാത്ത പ്രത്യേക ജ്ഞാനം അദ്ദേഹത്തിന് നൽകപ്പെട്ടിരുന്നു എന്നും കരുതുന്നതിൽ അസാംഗത്യമൊന്നുമില്ല. ഇനി അവർ രണ്ടുപേരും യാത്ര ചെയ്യുമ്പോഴുണ്ടാവുന്ന അപൂർവ സംഭവങ്ങളാണ് വരുന്ന ആയത്തുകളിൽ പറയുന്നത്. അത് തുടർന്നുള്ള ക്ലാസ്സുകളിൽ പഠിക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.